എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 3 IPL വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് IPL വെന്യൂവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ IPL ഇന്ത്യയിൽ വച്ചാണ് നടന്നത്. ഇന്ത്യയിൽ വെച്ച് IPL നടക്കുമ്പോൾ മത്സരങ്ങൾ വലിയ ആവേശത്തിൽ ആവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ IPL ഇന്ത്യയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഇപ്രാവശ്യം IPL നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ BCCI ഇപ്രാവശ്യത്തെ IPL ഇന്ത്യക്ക് പുറത്ത് നടത്താനാണ് പദ്ധതിയിടുന്നത്. ദുബായ്, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലായിരിക്കും ഇപ്രാവശ്യം IPL നടക്കാൻ പോവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യയിൽ കളിക്കുന്നതിന്റെ ആവേശം ദുബായിൽ IPL നടക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാം ഡിസപ്പോയിന്റഡ് ആണ്. ഇപ്രാവശ്യത്തെ IPL കൂടുതൽ മത്സരങ്ങളും ഇന്ത്യക്ക് പുറത്തുപോയേക്കും എന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ റെക്കോർഡ് തുകയ്ക്കാണ് ഗുജറാത്ത് താരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ടീമിൽ എത്തിച്ചത്. തുടർന്ന് താരത്തെ മുംബൈയുടെ ക്യാപ്റ്റനായി മാനേജ്മെന്റ് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. വേൾഡ് കപ്പിൽ പരിക്ക് പറ്റിയ താരം പിന്നീട് ഇതുവരെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡ്യ ഇപ്രാവശ്യത്തെ IPL കളിക്കുമോ എന്നാണ് എല്ലാ മുംബൈ ആരാധകരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ പാണ്ഡ്യ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇത് മുംബൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷവാർത്ത തന്നെയാണ്. രോഹിത്, സൂര്യ, ബുംറ എന്നിവരോടൊപ്പം പാണ്ഡ്യ കൂടെ ചേരുമ്പോൾ മുംബൈ ഇപ്രാവശ്യം തകർത്തെടുക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ IPLൽ അവസാന പന്തിൽ 4 നേടി ചെന്നൈയെ വിജയിപ്പിച്ച താരമാണ് രവീന്ദ്ര ജഡേജ. ഇപ്പോഴിതാ ജഡേജയുടെ പരിക്ക് ചെന്നൈ ടീമിന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന ആദ്യ ടെസ്റ്റിൽ താരം പരിക്കുപറ്റി പുറത്തായിരുന്നു. താരത്തിന് ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ താരത്തിന് വരാനിരിക്കുന്ന IPLലെ ആദ്യ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കും എന്നാണ് മെഡിക്കൽ ടീം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി 1.5 മാസം കൂടെ മാത്രമേ IPL തുടങ്ങാൻ ഉള്ളൂ. അപ്പോഴാണ് ചെന്നൈക്ക് ഇങ്ങനെയൊരു പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.